ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ധന്യന്മാർ ഇവാനിയോസ് മെത്രാപ്പൊലിത്തായുടെ ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ഒരുക്ക ശുശ്രൂഷയുടെ ദിനങ്ങളിലൂടെയാണല്ലോ നാം ഇന്ന് കടന്നു പോകുന്നത്. ഇന്ന് നമ്മൾ പ്രത്യേകമായി വിചിന്തനം ചെയ്യുന്നത് വചനോപാസകനായ ധന്യന്മാർ ഇവാനിയോസ് എന്ന വിഷയമാണ്. ധന്യന്മാർ ഇവാനിയോസ് പിതാവ് ദൈവവചനത്തിന്റെ വലിയൊരു ഉപാസകനായിരുന്നു. അദ്ദേഹത്തിന്റെ സന്യാസ ജീവിതത്തെ ഏറെ ബലപ്പെടുത്തിയത് കർത്താവിന്റെ വചനവും വിശുദ്ധ ലിഖിതവുമായിരുന്നു. എല്ലാ ദിവസവും വിശുദ്ധ ഗ്രന്ഥം വായിക്കുവാനും പഠിക്കുവാനും ധ്യാനിക്കുവാനും അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ആശ്രമസ്ഥരെയും അതിനായി പ്രോത്സാഹിപ്പിച്ചിരുന്നു. വചനത്തിൽ നിന്ന് ലഭിക്കുന്ന ധൈര്യവും ശക്തിയും അഭിഷേകവും അദ്ദേഹം വ്യക്തിപരമായി അനുഭവിച്ചിരുന്നു. തന്റെ നിഷ്ഠാപരമായ ജീവിതത്തിന് വചനത്തോടുള്ള വലിയ ആഭിമുഖ്യവും പ്രാധാന്യവും അദ്ദേഹം നൽകി. ബഥനി എന്ന നാമം അദ്ദേഹം സ്വീകരിച്ചതും വിശുദ്ധ ഗ്രന്ഥവുമായി ബന്ധപ്പെട്ടാണ്. താൻ ആരംഭിക്കാൻ പോകുന്ന സന്യാസ പ്രസ്ഥാനത്തിന് എന്ത് പേര് നൽകണമെന്ന് ചിന്തിച്ചപ്പോൾ അദ്ദേഹം വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് തിരിഞ്ഞു. ബഥനിയിൽ ലാസറിന്റെയും മാർത്തയുടെയും മറിയത്തിന്റെയും ഭവനത്തിൽ യേശു അനുഭവിച്ച സ്നേഹവും ആശ്വാസവും അദ്ദേഹത്തെ സ്പർശിച്ചു. അങ്ങനെ ബഥനി എന്ന നാമം അദ്ദേഹത്തിന്റെ ഗ്രന്ഥവുമായുള്ള ആഴമുള്ള ബന്ധത്തിൽ നിന്നാണ് ഉണ്ടായത്. 2 വേദഭാഗങ്ങളാണ് അദ്ദേഹത്തെ പ്രത്യേകമായി സ്വാധീനിച്ചത്. മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്ന വയലിൽ ഒളിപ്പിച്ച നിധിയുടെ ഉപമയും ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്ന വചനവുമാണവ. വയലിൽ ഒളിപ്പിച്ച നിധി കണ്ടെത്തിയവൻ സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ സ്വന്തമാക്കി. ധന്യന്മാർ ഇവാനിയോസ് പിതാവ് യേശുവാകുന്ന നിധി കണ്ടെത്തി. ആ നിധി കണ്ടെത്തിയപ്പോൾ ജീവിതത്തിലെ മറ്റെല്ലാം 2ാം സ്ഥാനത്തായി. യേശുവിനെ സ്വന്തമാക്കുന്നതിനായി മറ്റെല്ലാം ഉപേക്ഷിക്കാൻ അദ്ദേഹം തയ്യാറായി. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്നു, എനിക്ക് ലാഭമായിരുന്നതെല്ലാം ക്രിസ്തുവിനെ പ്രതി ഞാൻ നഷ്ടമായി കണക്കാക്കി. എന്റെ കർത്താവായ ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം അത്യുന്നതമായിരിക്കുന്നതിനാൽ മറ്റെല്ലാം ഞാൻ നഷ്ടമായി കരുതുന്നു. അവനെ നേടുന്നതിനും അവനോടുകൂടെ ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടി എല്ലാം ഞാൻ ഉപേക്ഷിച്ചു. ഈ വചനം ധന്യന്മാർ ഇവാനിയോസ് പിതാവ് തന്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കി. യേശുവിനെ കണ്ടെത്തിയപ്പോൾ അദ്ദേഹം മറ്റെല്ലാം ഉപേക്ഷിച്ചു. കത്തോലിക്ക സഭയാകുന്ന നിധി കണ്ടെത്തിയപ്പോൾ സഭയുടെ ഐക്യത്തിനു വേണ്ടി മറ്റ് വിലയേറിയതെല്ലാം നഷ്ടപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായി. ജീവിതത്തിൽ 2 സാധ്യതകൾ മുന്നിൽ വന്നപ്പോൾ കൂടുതൽ വെല്ലുവിളികളും ത്യാഗങ്ങളും നിറഞ്ഞ വഴിയാണ് അദ്ദേഹം തെരഞ്ഞെടുത്തിരുന്നത്. ബാല്യത്തിൽ പിതാവ് അദ്ദേഹത്തെ സൈനിക വേലയിൽ ചേർക്കുവാൻ ആഗ്രഹിച്ചപ്പോൾ അദ്ദേഹം പൗരോഹിത്യ ജീവിതം തിരഞ്ഞെടുത്തു. ഷെമ്മാശനായിരുന്നപ്പോൾ സാധാരണ ജീവിതം നയിക്കാമായിരുന്നെങ്കിലും അദ്ദേഹം സുവിശേഷ പ്രഘോഷണത്തിനും കൂദാശ പ്രബോധനത്തിനും വേണ്ടി ജീവിതം സമർപ്പിച്ചു. മദ്രാസ് സർവകലാശാലയിൽ നിന്നും MA കരസ്ഥമാക്കിയ അദ്ദേഹത്തിന് ഒരു കുടുംബജീവിതം നയിക്കാമായിരുന്നു. എങ്കിലും അവിവാഹിതനായ വൈദിക ജീവിതം അദ്ദേഹം സ്വീകരിച്ചു. MD സെമിനാരിയുടെ പ്രിൻസിപ്പൽ ആയിരിക്കുമ്പോൾ വലിയ സൗഹൃദങ്ങളും സ്വാധീനവും ഉണ്ടായിരുന്നിട്ടും സഭയുടെ നന്മയ്ക്കായി പരിചയമില്ലാത്ത സെറാംപൂരിലേക്ക് അദ്ദേഹം യാത്രയായി. സെറാംപൂരിൽ എല്ലാ ഔന്നത്യങ്ങളും അനുഭവിക്കുമ്പോഴും അദ്ദേഹം തീരുമാനിച്ചത് സാധാരണ പുരോഹിതനായി ജീവിക്കുകയല്ല, സന്യാസിയായി ജീവിക്കണമെന്നാണ്. മലങ്കര സഭയുടെ അടിത്തട്ടിൽ ഊറിക്കിടക്കുന്ന മ്ലേച്ഛത ഞാൻ കാണുകയും മണക്കുകയും ചെയ്തു. അത് എന്നിലുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റാരെയും കുറ്റപ്പെടുത്താതെ സ്വയം വിശദീകരിക്കുവാൻ അദ്ദേഹം സന്യാസ ജീവിതം സ്വീകരിച്ചു. കാഷായ വസ്ത്രം ധരിച്ച് മുണ്ടൻമല കയറുമ്പോൾ സെറാംപൂരിലെ എല്ലാ സൗകര്യങ്ങളും അദ്ദേഹം ഉപേക്ഷിച്ചു. നിധി കണ്ടെത്തിയവൻ ലോകത്തിന്റെ കാഴ്ചയിൽ വിലയേറിയതെല്ലാം ഉപേക്ഷിക്കുന്നത് പോലെ അദ്ദേഹം ജീവിതത്തിൽ അത് നടപ്പാക്കി. താൻ ഉണ്ടായിരുന്ന സഭയിൽ തുടരുകയാണെങ്കിൽ വലിയ സ്ഥാനങ്ങളിലേക്ക് ഉയരാൻ അദ്ദേഹത്തിന് കഴിവുണ്ടായിരുന്നു. എന്നാൽ ഒന്നുമില്ലാത്തവനായി കത്തോലിക്ക സഭയിലേക്ക് പുനരയിക്കപ്പെടാൻ അദ്ദേഹം തീരുമാനിച്ചു. അതിനുശേഷം അപമാനങ്ങളും പരിഹാസങ്ങളും അധിക്ഷേപങ്ങളും അദ്ദേഹത്തെ തേടിയെത്തി. എങ്കിലും നിധി കണ്ടെത്തിയവന്റെ സന്തോഷത്തോടെ അവയെല്ലാം അദ്ദേഹം സ്വീകരിച്ചു. അദ്ദേഹം സുവിശേഷം പ്രസംഗിക്കുക മാത്രമല്ല, സുവിശേഷത്തിൽ ജീവിച്ചു. വചനം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മാംസമായി. തന്റെ ജീവിതം ദൈവസന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിച്ചു. അങ്ങനെ വചനം അദ്ദേഹത്തിൽ ജീവിച്ചു. അദ്ദേഹത്തിലൂടെ നമുക്ക് ഇന്ന് ഈ മഹത്തായ സഭാ കൂട്ടായ്മയിൽ പങ്കുചേരുവാൻ സാധിച്ചു. കത്തോലിക്കനായിരിക്കുന്നതിൽ നിങ്ങൾ അഭിമാനം കൊള്ളുവിൻ എന്ന് അദ്ദേഹം നിരന്തരം പറയുമായിരുന്നു. സഭയുടെ ഏകത്വവും വിശുദ്ധതയും കാതോലികതയും അപ്പസ്തോലികതയും പൂർണ്ണമായി കത്തോലിക്ക സഭയിൽ നിലനിൽക്കുന്നു എന്ന ബോധ്യമാണ് അദ്ദേഹത്തെ ഈ മഹത്തായ തീരുമാനങ്ങളിലേക്ക് നയിച്ചത്. പ്രിയമുള്ളവരെ, നമ്മുടെ നിയോഗങ്ങളും കുടുംബ നിയോഗങ്ങളും സഭയുടെ നിയോഗങ്ങളും ധന്യന്മാർ ഇവാനിയോസ് പിതാവിന്റെ മാധ്യസ്ഥതയ്ക്ക് നമുക്ക് സമർപ്പിക്കാം.
ദൈവസന്നിധിയിൽ അദ്ദേഹം നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ. ദൈവകൃപ നമ്മുടെ എല്ലാവരുടെയും മേൽ സമൃദ്ധമായി ഉണ്ടായിരിക്കട്ടെ. യാമങ്ങൾ തോറും പ്രാർത്ഥനയെ പ്രണയിച്ചോരിതുപോലൊരു ജന്മമുണ്ടോ? ഭോജ്യത്തെ കൈവിട്ടും ജപമുറിയിൽ ധ്യാനിച്ചും ജീവിതമിങ്ങനെയുണ്ടോ? കാറ്റന്റെ തോണിയിൽ പകയോടടുക്കുമ്പോൾ തുഴയെറിയാനാ പുണ്യതാതൻ. ഇതെത്രയോ ഭാഗ്യം, എത്രയോ യോഗ്യം, മലങ്കരയുടെ മായാത്ത പുണ്യം. കഥയല്ലിതു പതികന്റെ വ്യധമാറിയ ചരിതം.